എല്ലാ ആരോഗ്യപ്രേമികൾക്കും നമസ്കാരം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്താറുണ്ട്. ഇവയിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് എല്ലുകളുടെയും സന്ധികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. സന്ധികളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് ക്യാരറ്റ്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ എ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. എല്ലുകളെ ശക്തവും ബലമുള്ളതുമാക്കി മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കൊളാജൻ. ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ ഇത് നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത് ബ്രോക്കോളി. ബ്രോക്കോളിയിൽ വിറ്റമിൻ കെയുടെ ഉറവിടം അധികമായുണ്ട്. എല്ലുകൾ ശക്തവും ഊർജ്ജസ്വലവുമായി നിലനിർത്തുവാൻ ആവശ്യമായ കാൽസ്യം ഉൾപ്പെടെയുള്ള ധാതുവാണിത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം എല്ലുകൾ ബലമുള്ളതാക്കുവാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് എല്ലുകൾക്ക് ശക്തിയും കൂട്ടുന്നു. ഇനി അടുത്തത് കോളിഫ്ലവർ. ഇതിൽ വൈറ്റമിൻ കെ, ധാതുക്കൾ, നാരുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ തന്നെയും അസ്ഥികൾക്ക് ഗുണം ചെയ്യും. ഇനി ചീര. ചീരയിൽ വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകൾക്ക് ആവശ്യമായ ആന്റി ഓക്സിഡന്റ് ധാരാളം ലഭിക്കുവാൻ ഇടയാക്കുന്നു. ഇത് മാത്രമല്ല, ചീര, ബ്രോക്കോളി, പിന്നെ ക്യാരറ്റിന്റെ ഇലകൾ പോലും കഴിക്കുന്നത് എല്ലുകൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. ഇനി നമുക്ക് സന്ധികളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ആപ്പിൾ. ആപ്പിളിൽ വൈറ്റമിൻ എ, സി, പിന്നെ ഫൈബർ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ആപ്പിളിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്തുവാനും സന്ധികളുടെ വീക്കം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ആപ്പിൾ അത്യാവശ്യമാണ്. അടുത്തത് സ്ട്രോബെറി. സ്ട്രോബെറിയിൽ ആന്റി ഓക്സിഡന്റ്, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലക്കുറവിനെ പരിഹരിക്കുവാനും സന്ധികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഇത് മാത്രമല്ല, ബെറികളിൽ ബ്ലൂബെറി, സ്ട്രോബെറി, ക്രാൻബെറി, റാസ്ബെറി ഇവയെല്ലാം കഴിക്കുവാൻ നമ്മൾ ശീലിക്കണം. ഇനി അടുത്തത് ഓറഞ്ച്. ഓറഞ്ചിൽ വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. പൈനാപ്പിൾ ബ്രോമിലൈൻ എൻസൈമിന്റെ സമ്പന്നമായ ഉറവിടമാണ്. ബ്രോമിലൈൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ നന്നായി സഹായിക്കുന്നുണ്ട്. ഈ പഴങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ സന്ധികളുടെയും പേശികളുടെയും പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് എല്ലുകളുടെയും സന്ധികളുടെയും മികച്ച പ്രവർത്തനത്തിന് സഹായിക്കുന്ന നട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് വാൽനട്ട്. വാൽനട്ടിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളുടെ പ്രവർത്തനത്തിനും കൊളാജൻ ഉൽപാദനത്തിനും സഹായിക്കുന്നു. അടുത്തത് ബദാം. ഇതിൽ മഗ്നീഷ്യം, കാൽസ്യം, വിറ്റമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യവും കാൽസ്യവും എല്ലുകളുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ കോശങ്ങൾക്ക് പുനരുജ്ജീവൻ നൽകുന്നു. അടുത്തത് പിസ്ത. പിസ്തയിൽ മഗ്നീഷ്യം, കാൽസ്യം, വിറ്റമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നിത്യേന വ്യായാമം ചെയ്യുവാനും ദൈനംദിന ജീവിതത്തിൽ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഭാഗമാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ശീലമാക്കിയാൽ സന്ധികളുടെയും എല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും. എല്ലുകൾക്കും സന്ധികൾക്കും ആരോഗ്യമുണ്ടായാൽ മാത്രമേ നമുക്ക് മുഴുവനായും ഉന്മേഷവാന്മാരായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.